തദ്ദേശ തെരഞ്ഞെടുപ്പിന് സജ്ജമാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഗ്രൗണ്ട് സീറോ ഒരുക്കുന്ന പുതിയ പരമ്പരയാണ് ഗ്രാമപ്പോര്. ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്കും വൈകുന്നേരം 4 മണിക്കുമാകും ഞങ്ങളുടെ ഈ പുതിയ പരമ്പര നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്. ഏവരുടെയും സഹകരണവും പ്രോത്സാഹനവും പ്രതീക്ഷിക്കുന്നു. ശക്തമായ മത്സരം പ്രതീക്ഷിക്കുന്ന തിരുവനന്തപുരം നഗരസഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ യുവത്വത്തെയും പരിചയസമ്പന്നരെയും മുന്നിലിറക്കിയാണ് കോൺഗ്രസ് പോരാട്ടത്തിനൊരുങ്ങുന്നത്. 48 പേരുടെ പട്ടികയാണ് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജനറൽ വാർഡുകളിൽ വനിതകളെയും പട്ടികജാതി വിഭാഗക്കാരെയും മത്സരത്തിനിറക്കിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ ആശാപ്രവർത്തകരുടെ സമരത്തിലൂടെ കേരള ജനതയ്ക്ക് തന്നെ സുപരിചിതയായ ഒരു ആശാപ്രവർത്തകയുണ്ട്, SB രാജി. 266 ദിവസം ആശാമാരുടെ സെക്രട്ടേറിയറ്റ് സമരത്തിൽ സജീവമായിരുന്ന ആശാപ്രവർത്തക രാജിയും ഇത്തവണ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായി മത്സര രംഗത്തുണ്ട്. നഗരസഭയിലെ കാച്ചാണി വാർഡിൽ ആണ് ഞാൻ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. എന്റെ പേര് രാജി SB ആണ്. ഞാൻ ആശാ വർക്കറാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ യാതനകളും പട്ടിണിയും പോരാട്ടങ്ങളും മുടിമുറിച്ചും നിരാഹാരം കിടന്നും റോഡ് ഉപരോധിച്ചുമുള്ള 266 ദിനങ്ങൾ. ഒടുവിൽ ഈ പോരാട്ടം അവസാനിപ്പിച്ച സമരപ്പന്തൽ പൊളിച്ചുമാറ്റുന്ന നിമിഷം വരെ ആശാമാർക്കായി ഇടത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ പോരാടിയ രാജി കോൺഗ്രസിന്റെ വലിയ പ്രതീക്ഷയാണ്. ആശാമാരുടെ സമരപ്പന്തലിൽ നിന്ന് തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് കാച്ചാണി വാർഡിൽ നിന്നും കോൺഗ്രസിനായി ജനവിധി തേടുമ്പോൾ SB രാജിക്കും പറയാനുണ്ട് ചിലത്. താഴേക്കടയിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് രാജിയുടെ രാഷ്ട്രീയ പ്രവേശനം. പാരമ്പര്യമായി കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന കുടുംബത്തെ കണ്ട് വളർന്ന താൻ അറിവ് വെച്ച കാലം മുതൽ കോൺഗ്രസിന്റെ ഭാഗമാണെന്നാണ് രാജി പറയുന്നത്. 2004 മുതൽ കുടുംബശ്രീ ADS അംഗമായി പ്രവർത്തിക്കുന്നു. അതായത് 21 വർഷമായിട്ട്. 19 വർഷങ്ങളുടെ ആശാപ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വർക്കറാണ്. കൂടാതെ 21 വർഷമായി നെട്ടയ വാർഡിലെ ADS അംഗം കൂടിയാണ്. ആശാപ്രവർത്തകയായ രാജി സേവനമനുഷ്ഠിച്ചു തുടങ്ങിയിട്ട് 19 വർഷവുമായി. ആശാ സമരത്തിന് മുൻപും കാച്ചാണിയിൽ രാജി സജീവ സാന്നിധ്യമായിരുന്നു. രാജിയെ സംബന്ധിച്ച് നിലവിൽ തനിക്ക് ലഭിച്ച അവസരം വളരെ വലുതാണെന്നാണ് രാജി പറയുന്നത്. ഇതുവരെ മറ്റു മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടില്ലാത്ത ഒരാളെന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മനസ്സറിയാനുള്ള ഒരു അവസരമായിട്ടാണ് രാജി കാണുന്നത്. ഈ മാസം 19-നാണ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ആദ്യ ഫോൺ കോൾ രാജിക്ക് വരുന്നത്. കാച്ചാണിയിലെ കോൺഗ്രസ് വാർഡ് തല കമ്മിറ്റിയിലാണ് രാജി സ്ഥാനാർത്ഥിയായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയിൽ തനിക്ക് കിട്ടിയ പുതിയ അവസരത്തിൽ വളരെ സന്തോഷവതിയാണ് രാജി. ഇനിയും സാധാരണക്കാരായ ജനങ്ങൾക്കായി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് താനെന്നും രാജി പറയുന്നുണ്ട്. അതിന് തനിക്ക് വേണ്ടത് ജനങ്ങളുടെ പിന്തുണയാണെന്നും അത് ഉറപ്പായി ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിലുമാണ് രാജി. പൊതുവെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രതിനിധികളുമായി അടുത്ത ബന്ധമുള്ള രാജിയെ സംബന്ധിച്ച് നടക്കാൻ പോകുന്നത് ഒരു സൗഹൃദ മത്സരമാകും. മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാര് എല്ലാവരും എന്നോടൊപ്പം സഹകരിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ഒരു സുപരിചിതയായ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് എല്ലാവരുടെയും പിന്തുണയും സഹകരണവും എനിക്ക് ഉണ്ടാവുന്നുണ്ട്. വർഷങ്ങളായിട്ടുള്ള കുടുംബശ്രീ പ്രവർത്തനവും ആശാപ്രവർത്തനവുമാണ് രാജിയെ കാച്ചാണിയിലെ ജനങ്ങൾക്ക് സുപരിചിതയാക്കിയത്. CPMന്റെ സിറ്റിംഗ് സീറ്റ് കൂടിയായ കാച്ചാണിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കുമ്പോൾ രാജിയുടെ മുന്നിലുള്ളത് ഒരേ ഒരു ലക്ഷ്യം, കാച്ചാണിയുടെ വികസനം മാത്രം. ആദ്യം പഞ്ചായത്തിന്റെ ഭാഗമായിരുന്ന കാച്ചാണി കോർപ്പറേഷന്റെ കീഴിലായിട്ട് അധിക വർഷമൊന്നുമായിട്ടില്ല. മലകളും കുന്നും കയറ്റവും ഒക്കെയുള്ള കാച്ചാണി വാർഡിൽ താമസിക്കുന്നതിലധികവും സാധാരണക്കാരായ ജനങ്ങളാണ്. ഇവർക്കിടയിലേക്ക് ഇടത് സർക്കാരിന്റെ ഭരണത്തിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും അടിസ്ഥാന വികസനങ്ങൾ പോലും ഇതുവരെ എത്തിയിട്ടില്ല. റോഡുകൾ, ഓടകൾ, വീടുകൾ, ലൈറ്റുകൾ, ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും കാച്ചാണിയിൽ എത്തിയിട്ടില്ല. ഇടത് സർക്കാർ അനുവദിച്ച വികസന പ്രവർത്തനങ്ങളാകട്ടെ മന്ദഗതിയിലാണ് നടക്കുന്നത്. ഇതിനെല്ലാം മാറ്റം വരണമെന്ന് കാച്ചാണിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. താൻ വിജയിച്ചാൽ ഇത്തരത്തിലുള്ള വികസനങ്ങൾ കാച്ചാണിയിൽ ഉറപ്പായി നടപ്പിലാക്കുമെന്നും ജനങ്ങൾക്കായി ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്നും രാജി വ്യക്തമാക്കുന്നുണ്ട്. കേവലം തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒതുങ്ങാതെ വിജയിച്ചാൽ അവ പ്രാവർത്തികമാക്കുന്നതിലാകും തന്റെ ശ്രദ്ധയെന്നും രാജി വ്യക്തമാക്കുന്നുണ്ട്. പൊതുവെ പാർട്ടികളെക്കാൾ വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുന്ന കാച്ചാണിയിലെ ജനങ്ങൾ 21 വർഷമായുള്ള തന്റെ പൊതുപ്രവർത്തനത്തെ കണ്ടില്ലെന്ന് നടിക്കില്ല എന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് രാജി. നിലവിൽ കാച്ചാണിയിലെ മറ്റു പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല.
എന്തായാലും ആരിനി സ്ഥാനാർത്ഥിയായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാജി ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്നത് ഉറപ്പാണ്. സാധാരണക്കാരായ ആശാപ്രവർത്തകരുടെ ഉപജീവനത്തിനായി പോരാടിയ രാജിയെ കാച്ചാണിയിലെ ജനങ്ങൾ കൈവിടില്ലെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാച്ചാണിയിൽ നിന്ന് മത്സരിക്കുന്ന രാജി കാച്ചാണിയുടെ വികസനം മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത്. ഇക്കാലം അത്രയും ആശാവർക്കർമാരുടെ ഉന്നമനത്തിനു വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുകയും കേരളത്തിലെ അധിഷ്ഠിതരായ മുഴുവൻ സ്ത്രീകളുടെയും ശബ്ദമായി മാറാനുമാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് ഉറപ്പായും കേരളത്തിൽ സംഭവിക്കേണ്ടത് തന്നെയാണ്. അതിജീവനത്തിന്റെ ഭാഗമായി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്ന ഇവർ നാളെ നിയമസഭയിൽ ഒരു ശബ്ദമായി മാറുമെന്നത് ഉറപ്പാണ്. അതിദരിദ്രരില്ലെന്ന് പ്രഖ്യാപിക്കുമ്പോഴും തല നിവർത്തി നിൽക്കാൻ കഴിയാത്ത ചെറ്റക്കുടിലിൽ കഴിയുന്ന കഞ്ഞിവെള്ളം പോലും കുടിക്കാൻ ശേഷിയില്ലാത്ത അനേകർ ഇവിടെയുണ്ട്. അവരെയാണ് രാജി പ്രതിനിധീകരിക്കുന്നത്. അപ്പൊ എനിക്ക് ഈ വിജയം ഉറപ്പിച്ചുകൊണ്ട് വാർഡിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് വേദിയിൽ ചുവടുവെക്കുന്നത്. അതിന് വേണ്ട എല്ലാ സഹായങ്ങളും എല്ലാവരുടെ നിന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുതേ.